അനന്തരവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി BSP നേതാവ് മായാവതി. ആകാശ് ആനന്ദിനെ പുറത്താക്കിയതായി മായാവതിയുടെ വാർത്താക്കുറിപ്പ്. സഹോദരന് പാർട്ടിയുടെ ചുമതല നൽകിയതിന് പിന്നാലെയാണ് ആകാശ് ആനന്ദിനെ പുറത്താക്കിയത്. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, ഇനിയൊരു പിൻഗാമിയെ പ്രഖ്യാപിക്കില്ല മരണം വരെ എന്ന നിലപാടിലേക്ക് കൂടി മായാവതി എത്തുകയാണ്. എന്താണ് പുറത്താക്കാനുള്ള കാരണമായി പറയുന്നത്? ആകാശ് ആനന്ദ് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി, അതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു എന്നാണ് ഇന്നിറക്കിയ വാർത്താക്കുറിപ്പിൽ മായാവതി പറയുന്നത്. ഇന്നലെ തന്നെ ആകാശിനെ പാർട്ടിയുടെ ദേശീയ കോർഡിനേറ്റർ എന്ന പദവിയിൽ നിന്ന് മാറ്റിയിരുന്നു. പകരം ആകാശിന്റെ അച്ഛനെയാണ് ഒരു കോർഡിനേറ്ററാക്കി വെച്ചത്. മറ്റൊരു രാജ്യസഭാ MPയെ കൂടി 2 കോർഡിനേറ്റർമാരാക്കി വെക്കുകയും ചെയ്തു. അതിനുശേഷം പാർട്ടി പുറത്തിറക്കിയ ഈ വാർത്താക്കുറിപ്പിന് ശേഷം ആകാശ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ആകാശ് പറഞ്ഞത്, മായാവതി എടുക്കുന്ന ഏത് തീരുമാനത്തെയും ഞാൻ അംഗീകരിക്കും. മാത്രവുമല്ല, ഇത് എൻ്റെ കരിയർ അവസാനിച്ചു എന്നൊന്നും, രാഷ്ട്രീയ കരിയർ അവസാനിച്ചു എന്നൊന്നും ആരും കരുതണ്ട. ഇതൊരു കരിയറല്ല, ഇതൊരു ജീവിത രീതിയാണ്, ഞാനത് പിന്തുടരും എന്നാണ് ആകാശിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ആകാശിന് അധികാരം ലഭിച്ചപ്പോൾ അത് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അടിച്ചൊതുക്കാനും പാർട്ടിയെ കൈപ്പിടിയിലാക്കാനും തൻ്റെ വഴിയിൽ നയിക്കാനുമെല്ലാം ആകാശ് ശ്രമിച്ചു എന്നതാണ് മായാവതിയെ പ്രകോപിപ്പിച്ചത്. അതുകൊണ്ടാണ് ഈ വളരെ ചെറിയ പ്രായത്തിലുണ്ടായിരുന്ന ആകാശിനെ പാർട്ടി ഏൽപ്പിച്ച തീരുമാനം പിൻവലിച്ച് നേരത്തെ തന്നെ പാർട്ടിയുടെ ചുമതലകളുള്ള ആളുകളെ ആ ചുമതലയിലേക്ക് കൊണ്ടുവന്നത്. ഇനി ഞാൻ ആരെയും എൻ്റെ പിൻഗാമിയായി പ്രഖ്യാപിക്കില്ല എന്നുകൂടി പറഞ്ഞ് മായാവതി തൻ്റെ നേരത്തെ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്ന് ഏറ്റുപറയുക കൂടിയാണ് ഇന്ന് ചെയ്തത്. ശരിയാണ്.